നീ സുന്ദരിയായല്ലോ. അയ്യോടാ, സോപ്പിടലൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാനൊരു കാര്യം കേട്ടത് ശരിയാണോ? നീ ഞങ്ങളൊക്കെ അറിയിക്കാതെ കെട്ടാൻ പോകുന്നൊക്കെ കേട്ടു. അല്ല, കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ പോയായിരുന്നു. എപ്പോ? അല്ല, ഇത്രയും നാളില്ലാത്തൊരു ധൃതി തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ. അതമ്മച്ചി അവളുടെ അമ്മാവനെ രക്ഷിക്കാൻ. എന്നതാ? അല്ല, അത് അവളുടെ ജാതകത്തിൽ. ജാതകോ? പാട്ട് പാടുന്നത് പോലെ തന്നെ കള്ളം പറയാനും ബഹുമെടുക്കനാ നിന്റെ മോൻ. അമ്മച്ചി, ഇവൻ പറയുന്നതിൽ എന്നതിലും ശരിയുണ്ടോ? എന്തോ കള്ളത്തരം മണക്കുന്നുണ്ട്. എന്നതാടാ? ആ പെണ്ണിന്റെ വീട്ടുകാരൻ നിന്നെ ഫോഴ്സ് ചെയ്തോ? ഇല്ല. അല്ല, അവര് നോക്കുമ്പോ എന്താ നല്ല സുന്ദര ചെക്കൻ. അത് മാത്രമാണോ? നല്ല പാട്ടുകാരനും അല്ലേ? പിന്നെ ഇവൻ AR റഹ്മാനൊന്നുമല്ലല്ലോ. നിങ്ങൾ എന്റെ കൊച്ചിനെ തീരെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നിങ്ങൾ അവന്റെ ഫോട്ടോ എടുത്തൊന്ന് FB ഇട്ട് നോക്കുന്നേ. അപ്പൊ കിട്ടില്ലേ 20,000 ലൈക്ക്. നിങ്ങൾക്ക് കിട്ടും ഇതുവല്ലോ. ഏത് നേരം നോക്കിയാലും മറ്റേ റബ്ബർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഫോണും. നിങ്ങൾ ഇതുവല്ല ആസ്വദിക്കുന്നുണ്ടോ മനുഷ്യ? എന്നതാ? നീ പറഞ്ഞ റബ്ബർ വിറ്റിട്ടാ അവൻ അമേരിക്കയിൽ അയച്ചതും പാട്ട് പഠിപ്പിച്ചതും. നീ ഉടുത്തിരിക്കുന്ന സാരി പോലും അത് വിറ്റ് വാങ്ങിയതാ. എന്നാ പറഞ്ഞാലും റബ്ബറിനാ കുറ്റം. പിന്നെ ഇവന്റെ പ്രായത്തില് ഇതിന്റെ ഇരട്ടി പെമ്പിള്ളേരെ എന്റെ പുറകെ നടന്നായിരുന്നു. തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്റെ നാടാ മോനെ കാര്യം. അവനോട് ആ പെണ്ണ് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിച്ചറിയണ്ടായോ? നീ എവിടെ പോന്നു? ഇരിക്കേ. ഈ പെൺകുട്ടി മലയാളിയാണോ? ബാക്കി കൂടി പറ. നല്ല പൊക്കാണ്, വെളുത്തിട്ടാണ്, നല്ല മുടി, നല്ല ചിരി. എന്നതാടാ ഇത്? അത് മാത്രം മതിയോ? ഇതിനിപ്പോ നീ ആരോടൊക്കെ സമാധാനം പറയണം? പള്ളിക്കാരോടും വീട്ടുകാരോടൊക്കെ ഞാൻ എന്നാ പറയും? അതൊക്കെ പോട്ടെ, ആ കുട്ടിയുടെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയോ? അവളുടെ അമ്മ സ്കൾപ്റ്ററാണ്. പിന്നെ അച്ഛന് ബിസിനസ്സും ഉണ്ട്, നമ്മുടെ ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ ഒക്കെ. രണ്ടുപേരും ബാംഗ്ലൂർ തന്നെയാണ്. പക്ഷേ ഹാപ്പി ഫാമിലിയാണ്. എന്നതായാലും നമുക്ക് ഇന്ന് തന്നെ അവരൊന്ന് കണ്ടേച്ചും വരാം. ഇന്നോ? പറ്റില്ല. എന്നാ പറ്റി? അതെ, ആ കൊച്ചിന്റെ അച്ഛൻ ലണ്ടനിലോ മറ്റോ പോയിരിക്കുക, ഒരു ബിസിനസ് ടൂർ. നീ അല്ലയോടാ ഇന്നലെ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എന്നതായാലും പെണ്ണുകൂട്ടുകാരെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാക്കിയെല്ലാം വന്നിട്ട് തീരുമാനിക്കാം. ഞാനൊന്ന് കുളിക്കട്ടെ. ഇവിടുത്തെ വെള്ളമൊക്കെ കൊള്ളാമോ എന്തോ. മരിയേ, എന്നാലും സ്വൈരം തരത്തില്ല. നിന്റെ അപ്പൻ ഇവിടുത്തെ വെള്ളം പിടിക്കുന്നില്ലടാ. ഞാൻ വിചാരിച്ചു കൈവിട്ടു പോയി. അയ്യോ, അതൊക്കെ ഇരിക്കട്ടെ. എന്റെ പൊന്നുമോൻ അവിടെ അച്ഛനെ അമ്മയും കൂടെ എങ്ങനെ കൊണ്ടുവരാനാ പരിപാടി ഒന്നിച്ച്? ഒരു പണി കഴിയുമ്പോ നമുക്ക് അടുത്ത പണി വരുമല്ലോ. അതങ്ങനല്ലേ? I love this color. Oh, nice. Hello. ഹലോ ആതിര, എനിക്ക് നിന്നോട് സംസാരിക്കണം. I'm busy. But it's urgent. ഞാനിവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്ക്. Can you see me? എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് കൂടിയാണ്. ഞാൻ ബിസി, എനിക്കൊരു സ്ഥലം വരെ പോകണം. Can you please cooperate? ഈ ഒറ്റ പ്രാവശ്യമെങ്കിലും. ഓക്കെ, എന്താ കാര്യം? എന്റെ പാരന്റ്സിനെ തന്റെ പാരന്റ്സിനെ കാണണം. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല തന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആണെന്ന്. ഡിവോഴ്സ് അല്ല, അവര് സെപ്പറേറ്റ് ആയിട്ടാ താമസിക്കുന്നത്. അതന്നെ, നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആണെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറയാൻ പോയെ? താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം എന്റെ പാരന്റ്സിന് അറിയില്ല. ദേ ആർ ട്രഡീഷണൽ പീപ്പിൾ. ഈ ഡിവോഴ്സും സെപ്പറേഷനും ഒന്നും അവർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ അവർ അറിയാതിരിക്കുക നല്ലത്. എനിക്ക് സത്യം പറയാൻ ഒരു പേടിയില്ല. പിന്നെ ഞാൻ എന്തിനീ നാടകം കളിക്കണം? നീ നാടകമൊന്നും കളിക്കണ്ട. അവർ വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ചൊക്കെ ഇരുന്നാൽ മതി. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 2 hours. ഇല്ല, പറ്റില്ല. 28 വർഷമായിട്ട് എന്റെ റിയാലിറ്റി മറ്റൊന്നാണ്. ആൻഡ് ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ഇറ്റ്. ശരി, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. യു ജസ്റ്റ് സ്റ്റേ ഔട്ട് ഓഫ് ഇറ്റ്. Sir, can I get an autograph, please, sir? Yeah, sure. Sir, please. Thank you. Sir. Hi, uncle. Hi. One selfie, sir, please. Just a minute. Yeah, sure. Sorry for being late. It's okay. So, what's the plan? You and Athi will be married for a year and കുട്ടി ജനിച്ച ഉടനെ നിങ്ങൾ പിരിയും അല്ലേ? അതെ, അങ്ങനെ തന്നെ. കുട്ടി വളരുമ്പം കൂടെ ഉണ്ടാവണ്ടേ? അതിന് എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ യു സേയിങ്? നിന്റെ പാരൻസ് വരുമ്പോൾ ഞാനും ഗായത്രിയും ഹാപ്പിലി മാരിഡ് കപ്പിളായി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, അങ്ങനെയാണോ? That's what. ഞാനത് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഹാവ് യു ചെക്ക്ഡ് വിത്ത് ഗായത്രി? യെസ്, ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Hi. Hi. Come.
I take your order? Would you both like to have something? Espresso without sugar, right? യെസ് എക്സ്പ്രസോ ബട്ട് നോ ഷുഗർ. I will have a cappuccino. Okay. ഒരു ദിവസമല്ലേ? ഐ തിങ്ക് വി ക്യാൻ മാനേജ്. അതിൽ കൂടുതലാണെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടാവും. തുടങ്ങി കുറ്റം പറച്ചില്. ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യമൊന്നും നടക്കില്ല അനന്ത്. Why not? I don't have a problem. I can be normal with you. അതെ, നോർമൽ ആവുന്ന ഒരാള്. ഞാനെന്നാ നോർമൽ അല്ലാതിരുന്നിട്ടുള്ളത്? ആദ്യക്ക് 4 വർഷം പ്രായമുള്ളപ്പോൾ ആർട്ട്, കരിയർ, പാഷൻ എന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചത് ഞാനല്ലല്ലോ. നരേന്ദ്രന് സ്വന്തം ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം എനിക്ക് എന്റെ കരിയറും ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പോഴും അതെ. യു ഫോഴ്സ് മീ ടു മേക്ക് ദ ഡിസിഷൻ. എല്ലായിടത്തും ഇതന്നെ അവസ്ഥ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ രണ്ടുപേരെ ബുദ്ധിമുട്ടിച്ചതിന് ഐ എം റിയലി സോറി. എനിവേസ് ലെറ്റ് മീ സീ വാട്ട് എൽസ് ഐ ക്യാൻ ഡു. അപ്പ അവളുടെ അച്ഛൻ ഇപ്പോൾ വീട്ടിലില്ല. അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് വന്നു. അത് ശരി. പിന്നെ ആരെ കാണാനാണ് നമ്മൾ പോകുന്നത്? അമ്മയുണ്ട്, ഉണ്ടാവും. എനിക്ക് രണ്ടുപേരും കാണണം. ആ എനിക്കും. കാണാം കാണാം, അങ്ങോട്ട് നടക്ക്. അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് എപ്പോഴായാലും വരുമല്ലോ, കണ്ടിട്ട് പോവാം. ഹായ്, വെൽക്കം വെൽക്കം. ഇങ്ങേരുണ്ട്. ഹായ്. ഞാൻ നരേന്ദ്രൻ. ഏതോ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. അല്ല, അങ്കിളെ പറ്റി വാട്ട്? ഇതിനു വേണ്ടി ക്യാൻസൽ ചെയ്താ? സോ സ്വീറ്റ് ഓഫ് യു അങ്കിൾ. അതെ അതെ അതെ, പ്ലീസ് കം അച്ഛൻ. ഓ, എന്നാ ട്രാഫിക്കാ. 3 മണിക്കൂറായി ഞങ്ങൾ ഇറങ്ങിയിട്ട്. ബാംഗ്ലൂരിൽ ഇത് പതിവാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും ട്രാഫിക് ബ്ലോക്കില്ല. പ്ലീസ് കം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വീട്. താങ്ക് യു. താങ്ക് യു. എന്റെ ഡിസൈനാ. ആഹാ. പിന്നെ നിങ്ങളുടെ ബ്രദറിനെ പറ്റി ഇവൻ പറഞ്ഞായിരുന്നു. ബ്രദറോ? പ്ലീസ് പ്ലീസ്. ആ എന്റെ ചേട്ടൻ. ആതിരക്കെന്തോ ജാതക ദോഷമൊന്നോ. അല്ല, ആതിരയ്ക്ക് എന്തോ സർപ്പദോഷം ഉണ്ടെന്നും കല്യാണം വൈകിയാൽ അമ്മാവന് മരണം വരെ സംഭവിക്കുന്നൊക്കെ അന്ന് ഇവരോട് പറഞ്ഞിരുന്നല്ലേ? അതെ അതെ അതെ, സർപ്പദോഷം ആതിരയ്ക്ക് മാത്രമല്ല, ഇവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ദോഷം. ഗായത്രിക്കും ഉണ്ടായിരുന്നു, ഇല്ലേ? ചേട്ടനും ബാംഗ്ലൂരിൽ തന്നെയാണോ താമസം? നിങ്ങൾ ഇവിടെ സെറ്റിൽ ആയിട്ട് എത്ര കാലായി? എന്റെ ചേട്ടൻ സിംഗപ്പൂരിലാണ്. ഇതെന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണിത വീടാണ്. അപ്പൊ അമ്മായപ്പന്റെ വീട്ടിലാണല്ലേ താമസം? എനിക്ക് ജയനഗറിൽ ഒരു മാൻഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെയായിരുന്നു താമസം. ഈടെയാണ് ഇങ്ങോട്ട് മാറിയത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, അല്ലേ ഗായത്രി? വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. നിനക്കെങ്ങനെ അറിയാടാ? അത് ഞാനും അതിലും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ഓ അങ്ങനെ. താങ്ക് യു. ആതിരെ കണ്ടില്ലല്ലോ. വന്നപ്പോ മുതല് ഇവരുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന്റെ കഥകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. അവള് മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക. ഞാൻ മുകളിൽ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഹലോ, എക്സ്ക്യൂസ് മീ. വാട്ട്? ഇങ്ങനെയാണോ നീ എന്റെ വീട്ടുകാരെ കാണാൻ പോണത്? ഇതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ എത്തിച്ചെന്ന്? പ്ലീസ് നശിപ്പിക്കല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പെണ്ണിങ്ങനെ ഒരുങ്ങിയിറങ്ങാൻ എത്ര സമയം എടുക്കില്ല അപ്പ? അതൊന്നും ഒരിക്കലും മാറത്തില്ലെന്നേ. ഈ പ്രായത്തിലും നിന്റെ അമ്മ ഒരുങ്ങി ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. അതിപ്പോ ഞായറാഴ്ച പള്ളി പോവാനാണെങ്കിലും ഏതെങ്കിലും മരിപ്പിന് പോവാനാണെങ്കിലും. ഈ ആണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പറയും ഭയങ്കര രസമല്ലേ? എന്റെ മോളെ, ഇത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ ഈ കുറ്റം പറച്ചിലും വഴക്കിടിയിലും ഒക്കെ. ദേ, ഗായത്രിയോടും നരേന്ദ്രനോടും ചോദിച്ചു നോക്ക്. അതിപ്പോ അതന്നെയാണ് ഞാൻ ആദ്യരോട് എപ്പോഴും പറയാറുള്ളത്. കല്യാണമൊക്കെ ആകുമ്പോ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് എല്ലാം വേണ്ടേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലപ്പാ. അല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. അപ്പ ഇതാണ് ആതിര. ഹലോ. ഈ ഒരുക്കത്തിനായിരുന്നോ ഇത്രയും സമയം? ആതിര, ഇതെന്റെ അമ്മച്ചി. ഹലോ. ഇത് അപ്പൻ. ഹലോ. പിന്നെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് വല്യമ്മച്ചി. ഹായ്. അപ്പൊ ഇതാണ് കക്ഷി. അതിന് എന്ത് ചെയ്യുന്നു? ഞാനൊരു ബ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആണ്. അതെന്നതാ? ലൈഫ് സ്റ്റൈൽ മാഗസീൻസിന് വേണ്ടി പുതിയ മേക്കപ്പ് ട്രെൻഡ്സും ഹെയർ സ്റ്റൈൽ ട്രെൻഡ്സും വിഷ്വലൈസ് ചെയ്യണ ജോബ്. അതെ, ഊണ് കാലായിട്ടുണ്ടേ. വരി. ആതിര ഉണ്ടാക്കിയതാ. കം ലെറ്റ്സ് ഗോ. കം പ്ലീസ് കം. മീനമ്മ, ആ മാങ്ങച്ചാറും തരൂ. അച്ചാറെന്ന് വെച്ചാൽ അവർക്ക് ജീവനാ, അല്ലേ? അപ്പോ താങ്ക് യു ഫോർ ദ ലഞ്ച് മിസ്റ്റർ നരേന്ദ്രൻ. യു ആർ വെൽക്കം. ആദരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ കെട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ചല്ലോ. ഇനി ഞങ്ങൾ എന്നാ പറയാനാ?
ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇവന്റെ കെട്ടിടത്താൻ തീരുമാനിച്ച്. സീരിയൽ ഡയലോഗ് അടിക്കാണ്ട് വാ അമ്മച്ചി. അപ്പോ കെട്ടിനെന്ന് കാണാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. ബൈ. ശരി. ഓക്കെ ബൈ. എന്നാ പിന്നെ വല്യമ്മച്ചി ഇറങ്ങട്ടെ മോളെ. ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം. എന്നാ അങ്ങനെ ആട്ടെ. ശരി. ഓക്കെ താങ്ക് യു ആൻറ്റി. അല്ല ഓക്കെ. ശരി. കാപ്പി കുടിച്ചിട്ട് പോ. ഭൂഗോളം കറകറകറങ്ങണ തോന്നിയാസം തിരികണ രാവെല്ലാം നുര പതയണ് ആരാണ് ഇവിടെ ചോദിക്കാൻ. ഭൂഗോളം കറകറകറങ്ങണ തോന്നിയാസം തിരിയണ് രാവെല്ലാം നുര പതയണ് ആരാണ് ഇവിടെ ചോദിക്കാൻ. On the roads, on the roads, me, we, day, നീ ആ രജിസ്ട്രാറിന്റെ ബുൾസെ കണ്ടില്ലെങ്ങാണ് ഛർദ്ദിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ. ഈ കല്യാണ സെറ്റപ്പും ഒപ്പിടലും എല്ലാവരുടെ തുറിച്ചോട്ടോ എനിക്ക് എന്തോ പോലെയായി. വാ വാ അനുഭവിക്കേ. ഒറ്റ രാത്രി കൊണ്ട് ഇത്ര ഒപ്പിച്ചെടുത്തില്ലേ, കല്യാണം കഴിക്കാൻ വാ. വേദാന്തം പറയണ തോന്നിയാസികൾ പെരുകണ നാടോടന വഴിയെ പോയാൽ ആരാണ് ഇവിടെ ചോദിക്കാൻ. അന്നത്തെ പ്രകടനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ അപ്പം തന്നെ അടിച്ചു വിരിഞ്ഞെന്ന്. പിന്നെ ഞാൻ ആലോചിക്കുകയും ചെയ്തു, കീരിയും പാമ്പും പോലെയുള്ള ആൾക്കാർ എന്തിനാ കല്യാണം കഴിക്കണമെന്ന്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കോൺഗ്രാറ്റ്സ്. ആരാണിവിടെ ചോദിക്കാൻ. ഇതെന്താ നിങ്ങൾ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് അവൾ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പ്രശ്നമായിരിക്കും. ഈ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലയോ? അപ്പനെല്ലാം അറിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പിന്നെ ചോദിച്ചോണ്ടിരിക്കണേ? മിണ്ടാരിടാ. നീ ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് പറ്റിക്കുകയായിരുന്നു അല്ലയോ? നിനക്കായിരുന്നല്ലോ വലിയ അഭിമാനം, മോൻ വലിയ കലാകാരനാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ കണ്ടില്ലേ അവന്റെ കല. ഇനി വേറെ വല്ലതും ഞങ്ങൾ അറിയാത്തതായിട്ടുണ്ടോ? ഉണ്ട് അങ്കിൾ. എൻ്റെ അച്ഛനമ്മയും ഒരുമിച്ചല്ല താമസം. അവര് പിരിഞ്ഞിട്ട് വർഷങ്ങളായി. ഓഹോ, അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ ഇത്? ആക്ച്വലി അവരെ കുറ്റം പറയണ്ട, ഞാനാ അവരോട് കള്ളം പറയാൻ പറഞ്ഞത്. എന്നതാ ഇത്? എടാ, അവൻ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് ഒരാളെങ്കിലും ഒരു അക്ഷരം പറയാത്തതെന്താ? ജോർജെ, നിന്റെ മോനൊരു അബദ്ധം പറ്റി, അതവൻ തിരുത്തുകയും ചെയ്തു. ഈ പ്രായത്തിലുള്ള വേറെ വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഓടി രക്ഷപ്പെട്ടേനെ. ഇനിയിപ്പൊ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ കാര്യം അതെന്നാ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്ത കാര്യമാണോ? എടാ, നിന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് നീ ഉണ്ടായത് അങ്ങനെയല്ലേ? എന്നതാ എല്ലാരും ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നേ? ഇത് ലോകത്ത് നടക്കാത്ത കാര്യം വല്ലതുമാണോ? എന്റെ കർത്താവേ, എന്നതായിരുന്നു എന്റെ വീട്ടുകാരുടെ ബഹളം വന്ന്. എന്നിട്ടിപ്പൊ എന്തായി? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. എന്റെ മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു രീതിക്കേ അത് നടക്കത്തുള്ളൂ. അമ്മച്ചിയാ ഇവൻ ഇത്രയും വഷളാക്കുന്നത്. അത് ശരിയാ. അങ്ങനെ പിള്ളേരെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ നിങ്ങളത് തിരുത്തല്ലേ വേണ്ടത്? സോറി മിസ്റ്റർ അബ്രഹാം, വി ഡിഡ്ന്റ് വാണ്ട് ടു ഹേർട്ട് യു. ചില അപ്രിയ സത്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വി ജസ്റ്റ് പ്ലേഡ് അലോങ്. മേ ബി വി ഷുഡ്ന്റ് ഹാവ്. അനന്ത് പറഞ്ഞപ്പോ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ചെയ്തതാ. വി ആർ റിയലി സോറി അബൌട്ട് ഇറ്റ്. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചോ. വേഗം വീട് പിടിച്ചാ ഉള്ള കച്ചവടം മുടങ്ങത്തില്ല. മരിയ, നിനക്ക് തൃപ്തിയായല്ലോ? ജോർജെ, എന്നതാടാ നീ കാണിക്കുന്നേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നീ സഞ്ജനയുടെ കൂടെ വന്നോളൂ. ഓക്കെ. ഓ, നിന്റെ ആക്ടിങ് നന്നായിരുന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ കരുതി ഇതൊക്കെ റിയൽ ആയിരിക്കുമെന്ന്. ഞാനും. എന്താ? ഒന്നുമില്ല, എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കല്യാണം 1 വർഷത്തേക്ക് മാത്രമാണെന്ന് പറയായിരുന്നു. എന്താ
എനിക്കിപ്പോ ഒന്നും പറയാനില്ലേ? അതെ, ഞാൻ പോവാ. സൗകര്യമുള്ളപ്പോ വന്നാൽ മതി. ബൈ. വെറുതെ മനുഷ്യനെ പഠിപ്പിക്കില്ലേ. എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. ശരിക്കും?